ഫ്രണ്ട്സ്, നമ്മൾ ന്യൂ NCERT സീരീസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഒരു ചാപ്റ്ററും കൂടെ ഉള്ളു പഠിക്കാനായിട്ട്. അത് 9ാമത്തെ ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ബാക്കി സോഷ്യൽ സയൻസ് ഫസ്റ്റും സെക്കൻഡും പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ഇനി മീശപ്പുലിമലയിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര നല്ല രസമായിരുന്നു അല്ലേ അച്ഛാ? ഭൂപടങ്ങളും ഗ്ലോബുകളും ഒക്കെ അപ്പം അതിന് അച്ഛൻ പറയുന്ന റിപ്ലൈ ആണ്, അതെ, വളരെ നല്ലൊരു യാത്രയായിരുന്നു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ഭൂപടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കവിടെ എളുപ്പത്തിൽ എത്താനായത്. ഭൂപടങ്ങളും ഗ്ലോബും ഒക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും എന്തു രസമാണ്. അതേ, ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പോകേണ്ട സ്ഥലങ്ങളും വഴികളും ഭൂപടം ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചാൽ നമുക്ക് സമയവും ലാഭിക്കാം. യാത്ര കൂടുതൽ രസകരമാവുകയും ചെയ്യും അല്ലേ അച്ഛാ? ഒരു കുട്ടി തൻ്റെ അച്ഛനോടൊപ്പം നടത്തിയ യാത്രകളെ കുറിച്ചിട്ടുള്ള സംഭാഷണം വായിച്ചല്ലോ. ഭൂപടങ്ങൾ അവരുടെ യാത്രയിൽ എത്രത്തോളം സഹായകരമായിരുന്നുവെന്ന് കണ്ടില്ലേ? വാഹനങ്ങളിലും മൊബൈൽ ഫോണുകളിലും ഒക്കെ ഡിജിറ്റൽ ഭൂപടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യാത്രകളിൽ ഇത്തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വിവിധതരം ഭൂപടങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണ്. നാം എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്, പിന്നെ ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്. ലോക ഭൂപടവും കൊടുത്തിട്ടുണ്ട്, ഗ്ലോബും കൊടുത്തിട്ടുണ്ട്. ഗ്ലോബാണെങ്കിൽ എന്താണ്? ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ്, ഗോളാകൃതിയിലുള്ള ചിത്രീകരണമാണ്. പിന്നെ രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിച്ചിരിക്കുന്ന എവിടെയാണ്? ഭൂപടത്തിലായിരിക്കുമേ. പിന്നെ ഭൂമിയിലെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത പ്രദേശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വരികൾ ആസൂത്രണം ചെയ്യുന്നതിനുമൊക്കെ ഏറെ പ്രയോജനകരമാണ് ഭൂപടങ്ങൾ. ഇനി നോക്കാം. ആവശ്യങ്ങൾ വ്യത്യസ്തം, ഭൂപടങ്ങളും വ്യത്യസ്തം. അപ്പോൾ ഭൂപടം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിലേക്ക് ചിത്രീകരിച്ചാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നോക്കുക, എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയില്ലേ? ഒരേ ഭൂപടം തന്നെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അതിനനുസരിച്ചുള്ള ഭൂപടങ്ങളും വ്യത്യസ്തമായിരിക്കും. ഭൂപടങ്ങളെ പ്രധാനമായും ചുവടെ നൽകിയിരിക്കുന്ന 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം അനുസരിച്ചും ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള അളവ് അഥവാ തോതനുസരിച്ചും. ഭൂപടങ്ങളുടെ ചരിത്രം. ഭൂപട നിർമ്മാണത്തിന്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തിയുണ്ടാക്കിയതായിരുന്നു. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിരുന്നു. അറിയപ്പെട്ടിരുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BCE 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരുന്നതാണെന്ന് കരുതപ്പെടുന്നു. മെസപ്പൊട്ടേമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണത്. ഭൂമി ഉരുണ്ടതാണെന്ന് 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗതിക ശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നതുവരെ ടോളമിയുടെ ഭൂപടങ്ങളെ കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അതിനുശേഷം അവ കൊളംബസ്, കാബട്ട്, മഗല്ലൻ, ഡ്രേക്ക്,
വെസ്പൂച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. ഗ്രീക്ക്, അറബിസ്റ്റ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അപ്പം ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ആരൊക്കെയാണ്? ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ്. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി കരുതപ്പെടുന്നു. ടോളമിയുടെ ലോകഭൂപടത്തിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. രാഷ്ട്രീയ ഭൂപടം, നിങ്ങളുടെ എന്തൊക്കെ രീതിയിലുള്ള ഭൂപടങ്ങളുണ്ട്? രാഷ്ട്രീയ ഭൂപടമുണ്ട്, ഭൂപ്രകൃതി ഭൂപടമുണ്ട്, ഗതാഗത ഭൂപടമുണ്ട്, മണ്ണിന്റെ ഭൂപടമുണ്ട്. ഓരോ ഭൂപടത്തിനും വ്യത്യസ്ത തലക്കെട്ടുകളാണെന്ന് ബോധ്യമായില്ലേ? ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയ്ക്ക് തലക്കെട്ടുകൾ നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം പരിശോധിക്കൂ. കേരളത്തിലെ ജില്ലകളുടെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്നും കണ്ടെത്താനാവുന്നില്ലേ? ഇതുപോലെ ഒരു ഭൂപടത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ ഭൂപടങ്ങൾ നിരീക്ഷിച്ച് അവ പ്രദാനം ചെയ്യുന്ന വിവരങ്ങൾ പട്ടികപ്പെടുത്താനെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്താണ് രാഷ്ട്രീയ ഭൂപടങ്ങളുടെ ധർമ്മം എന്ന് മനസ്സിലായില്ലേ? മണ്ണ് ഭൂപടമാകട്ടെ ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളുടെ വിതരണത്തെ കാണിക്കുന്നു. ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് മണ്ണ് ഭൂപടത്തിന്റെ ധർമ്മം. അപ്പൊ പിന്നെ ഭൂപ്രകൃതിയോ? പല തരം ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് അത് ഏതൊക്കെ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് ഭൂപടത്തിൽ പറയുന്നത്. ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തരംതിരിക്കാം: ഭൗതിക ഭൂപടമെന്നും സാംസ്കാരിക ഭൂപടമെന്നും. ഭൗതിക ഭൂപടം എന്ന് വെച്ചാൽ ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ഭൗതിക ഭൂപടം. സാംസ്കാരിക ഭൂപടം മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ്. ഉദാഹരണം: രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയവയാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. അപ്പോൾ ഭൂപ്രകൃതി ഭൂപടമുണ്ട്, മണ്ണ് ഭൂപടമുണ്ട്, കാലാവസ്ഥ ഭൂപടമുണ്ട്, നൈസർഗിക സസ്യജാല ഭൂപടമുണ്ട്. നൈസർഗിക സസ്യജാല ഭൂപടമൊക്കെ ഭൗതിക ഭൂപടത്തിൽ വരുന്നത്. മണ്ണ് ഭൂപടവും ഭൗതികത്തിനകത്ത് വരുന്നതാണ്. ഭൂപ്രകൃതി ഭൂപടവും. രാഷ്ട്രീയ ഭൂപടം, ജനസംഖ്യാ ഭൂപടം, സാമ്പത്തിക ഭൂപടം, ഗതാഗത ഭൂപടം ഒക്കെ സാംസ്കാരിക ഭൂപടത്തിനകത്ത് വരുന്നതാണ്. അത് പട്ടിക കൊടുത്താണെന്നാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഭൂപടത്തിൽ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഭൂപടത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തെ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവും ചിത്രീകരിച്ചിരിക്കുന്നു. ഈ 2 ഭൂപടങ്ങളിലുള്ള വിവരങ്ങളും ഒരേ ഭൂപടത്തിൽ ചിത്രീകരിക്കുകയാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ എന്താണ് സംഭവിക്കുക? 2 ഭൂപടങ്ങളിലെയും വിവരങ്ങൾ കൂട്ടിക്കലർന്ന് നമുക്ക് ഏറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും വിവരശേഖരണം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളായി ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നാം വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് എങ്ങനെ വർഗീകരിക്കാമെന്ന് നോക്കാം. എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള തോത്? ഇത് ക്ലാസ് റൂമിൻ്റെ ഭൂപടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭൂപടം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഒരു ഭൂപടത്തിന്റെ തോത് 1 സെന്റിമീറ്റർ സമം 1 കിലോമീറ്റർ എന്നാണെന്ന് കരുതൂ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ അകലം ഭൂമിയിലെ 1 കിലോമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. ഈ തോത് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭൂപടത്തിൽ റോഡിന്റെ നീളം 10 സെന്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥ നീളം 10 കിലോമീറ്റർ ആയിരിക്കും.
തോതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം നോക്കാം. ഭൂപടങ്ങളെ വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടവും. വലിയ തോത് ഭൂപടം എന്ന് അതിനെ പിന്നെ എങ്ങനെയാണ് തിരിക്കുന്നത്? ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നതാണ് വലിയ തോത് ഭൂപടം എന്ന് വെച്ചാൽ എന്താണ്? അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. എന്താണ് വലിയ തോത് ഭൂപടം എന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് വലിയ തോതിനകത്തുള്ളത്. ഉദാഹരണമാണ് ധരാതലീയ ഭൂപടവും വില്ലേജ് ഭൂപടം. ധരാതലീയ ഭൂപടം എന്തിന് ഉദാഹരണമാണ്? വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ്. ഇത് PYQ ആണ്. ഈ ചെറിയ തോത് ഭൂപടം എന്ന് വെച്ചാൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ, ഒരു പ്രദേശത്തിൻ്റെ കുറിച്ചുള്ള കേവലമായിട്ടുള്ള ചുരുക്കം വിവരങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ചിത്രീകരിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടം. ഉദാഹരണമാണ് ലോക ഭൂപടം, പിന്നെ ഇന്ത്യ ഭൂപടം, കേരളത്തിന് ഭൂപടം എന്നൊക്കെ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 25 കിലോമീറ്റർ ആയിരിക്കും. 1 സെൻറ്റിമീറ്റർ 10 കിലോമീറ്റർ. മറ്റേതിലാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ = ½ കിലോമീറ്റർ, 1 സെൻറ്റിമീറ്റർ = 1/4 കിലോമീറ്റർ. വിവിധതരം ഭൂപടങ്ങൾ, അവയുടെ വർഗീകരണം എന്നിവയെപ്പറ്റി നാം ചർച്ച ചെയ്തല്ലോ. ഇനി ഭൂപടങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ വിവരശേഖരണം നടത്താമെന്ന് നോക്കാം. ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെ ഭൂപട വായന എന്നാണ് പറയുന്നത്. ഭൂപട വായനയ്ക്ക് സഹായകമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. തലക്കെട്ട്, തോത്, ദിക്ക്. എന്തൊക്കെയാണ് ദിക്ക്? പിന്നെ അക്ഷാംശരേഖ, രേഖാംശരേഖ, അംഗീകരിച്ച നിറങ്ങൾ, ചിഹ്നങ്ങൾ, സൂചിക. തലക്കെട്ട്. അപ്പോൾ ഓരോന്ന് നോക്കാം. ഒരു ഭൂപടത്തിൽ ചിത്രീകരിക്കുന്ന പ്രധാന ഭൗമോപരിതല സവിശേഷതകളെയാണ് തലക്കെട്ട് എന്ന് പറയുന്നത്. നൽകിയിരിക്കുന്ന ഭൂപടത്തിന്റെ തലക്കെട്ട് നോക്കൂ. കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നതാണ് കേരളം ഭൂപ്രകൃതി എന്ന തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. കേരളം ഭൂപ്രകൃതി എന്നാണല്ലോ. അപ്പം അത് ഭൂപ്രകൃതി സവിശേഷതയെക്കുറിച്ചിട്ടാണ്, കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതയെക്കുറിച്ച് ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് തലക്കെട്ട് അങ്ങനെ വന്നത്. ഇനി തോത് എന്താണ്? തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. ഭൂതലത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ 2 സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത്. ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽവേ പാതയുടെയോ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയാണ്. ഇനി പ്രസ്താവന രീതി, സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ. പ്രസ്താവന രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായി ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ. ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന വിധമാണ് ഇവിടെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂപടങ്ങൾ നിരീക്ഷിച്ച് പ്രസ്താവന രീതികൾ രേഖപ്പെടുത്തിയിട്ടുള്ള തോതുകൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഭൂപടത്തിന് തോത് രേഖപ്പെടുത്തുന്ന പൊതുവെ 3 രീതികളാണുള്ളത്. 1 പ്രസ്താവന രീതി, 2 ഭിന്നക രീതി, പിന്നെ രേഖീയ രീതി. ഇത് ഭിന്നക രീതി എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നാണ് കൊടുത്തേക്കുന്നത്. RF = 1,00,000 എന്ന രീതിയിൽ തോതുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? ഇതാണ് ഭിന്നക രീതി. ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 1,00,000 യൂണിറ്റുകൾക്ക് തുല്യമാണെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രീതിയിൽ അനുപാതത്തിന് മുന്നിൽ നൽകിയിരിക്കുന്ന യൂണിറ്റ് ഭൂപടത്തിലെ അകലവും അനുപാതത്തിന് ശേഷം നൽകിയിരിക്കുന്ന യൂണിറ്റ് ഭൂതലത്തിലെ അകലവും സൂചിപ്പിക്കുന്നു. ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണമായി ഇവിടെ അകലം സൂചിപ്പിക്കുന്നതിനായി സെന്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതൂ. അപ്പോൾ ഈ ഭിന്നക രീതിയിലുള്ള തോത് അർത്ഥമാക്കുന്നത് ഭൂപടത്തിലെ 1 യൂണിറ്റ് അകലം, അതായത് 1 സെന്റിമീറ്റർ ഭൂപടത്തിലെ 1,00,000 സെന്റിമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. 1,00,000 സെന്റിമീറ്റർ 1 കിലോമീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെന്റിമീറ്റർ അഥവാ 1 കിലോമീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്.
രേഖീയ രീതി, ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പോലെ രേഖപ്പെടുത്തുന്ന രീതിയാണ് രേഖീയ രീതി എന്ന് പറയുന്നത്. ഇനി ദിക്കുകൾ എന്താണ്? ദിക്കുകളെ പറ്റിയുള്ള ധാരണ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഭൂപടത്തിന്റെ മുകൾ ഭാഗം എന്താണ്? നോർത്ത് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശത്തിന്റെ വടക്കിനെ സൂചിപ്പിക്കുന്നു. ഭൂപടത്തിന്റെ സഹായത്തോടെ നാം ഒരു യാത്ര പോകുന്നുവെന്ന് കരുതൂ. അങ്ങനെയെങ്കിൽ ഒരു വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വടക്ക് നോക്കി യന്ത്രത്തിന് അനുസൃതമായി ക്രമീകരിച്ചാൽ മാത്രമേ ദിശ തെറ്റാതെ നമുക്ക് സഞ്ചരിക്കാൻ ആകൂ. ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഭൗമ സവിശേഷതകളുടെ സ്ഥാനം, അതിന്റെ കിടപ്പ്, നദിയുടെ ഒഴുക്കിന്റെ ദിശ എന്നിവയൊക്കെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത് ഭൂപട വായനയുടെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നുവെന്ന് നമുക്കറിയാം. ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഭൂപടങ്ങളിൽ ഭൂവിവരങ്ങൾ ചിത്രീകരിക്കാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഏതൊരു രാജ്യത്തുള്ളവർക്കും ആശയക്കുഴപ്പമില്ലാതെ ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗപ്പെടുത്തുന്നത്. മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ ഭൂവിവരങ്ങൾ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളിലാണ് പൊതുവെ ഇത്തരം നിറങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത്. പച്ച എന്തിനുള്ളതാണ്? പച്ച നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നു. മഞ്ഞ കൃഷിയിടങ്ങൾ, ചുവപ്പാണെങ്കിൽ പാർപ്പിടങ്ങൾ, റോഡുകൾ, കറുപ്പ് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, പിന്നെ രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്നത്. നീലയാണെങ്കിൽ ജലാശയങ്ങളെയാണ്. തവിട്ട് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂട്ടങ്ങൾ, കുന്നുകൾ. നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. പിന്നെ മഞ്ഞ എന്തിനാണ്? കൃഷിയിടങ്ങൾക്ക്, അത് ചോദിച്ചിട്ടുള്ളതാണ്. തീവണ്ടിപ്പാത ഓരോ ചിഹ്നങ്ങളാണ് കൊടുത്തേക്കുന്നത്. പോലീസ് സ്റ്റേഷന് PS എന്ന് കൊടുത്തേക്കും, പോസ്റ്റ് ഓഫീസിന് PO എന്ന് കൊടുത്തേക്കും. ഓരോന്നിന്റെ സവിശേഷത. സൂചിക. മുകളിൽ നൽകിയിരിക്കുന്ന രൂപരേഖയുടെ ഒരു സൂചിക തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഭൂപട വായനയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കാനാണ് സൂചിക ഉപയോഗിക്കുന്നത്. ഇനി അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. ഭൂമിയിലെ ഓരോ പ്രദേശത്തിന്റെയും ഭൗമോപരിതല സവിശേഷതകളുടെയും ഒക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശ രേഖകൾ അനിവാര്യമാണ്. മുൻ ക്ലാസ്സുകളിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നാണ് ചോദിച്ചത്. ഭൂപടങ്ങളിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകളെ പറ്റിയുള്ള വിവരങ്ങൾ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന ധാരണ നിങ്ങൾക്ക് ലഭിച്ചല്ലോ. അവ ശേഖരിക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും അപഗ്രഥിക്കാനും പ്രയോജനപ്പെടുത്തുവാനും ഇന്ന് നിരവധി നൂതന സാങ്കേതങ്ങൾ നിലവിലുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി ഭൗമോപരിതല സവിശേഷതകളുടെ വിവരശേഖരണം, വിശകലനം, അവതരണം, ചിത്രീകരണം, ഭൂപട നിർമ്മാണം തുടങ്ങിയവയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഇത്തരം നൂതന സങ്കേതങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കഥകളിലും മറ്റും കേട്ടിട്ടുള്ള ഒരു മാന്ത്രിക കണ്ണാടി നിങ്ങൾക്ക് ലഭിച്ചെന്ന് കരുതൂ. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വിദൂരതയിലുള്ള ഒരു ചരിത്ര നിർമ്മിതി ആ മാന്ത്രിക കണ്ണാടിയിൽ തെളിഞ്ഞു വരുന്നു. ആ ചരിത്ര നിർമ്മിതിയുടെ സ്ഥാനം, നിങ്ങളുടെ സ്ഥാനം, അവിടേക്ക് പോകാനുള്ള വഴി തുടങ്ങിയവയൊക്കെ ആ കണ്ണാടി കാട്ടിത്തരുന്നു. അതിശയമെന്ന് തോന്നിയോ? മുമ്പ് മാന്ത്രികമായി കരുതിയ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിസ്സാരമായി മാറിയിരിക്കുന്നു. ഒരു സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടെ ഇന്ന് നമുക്കിതെല്ലാം സാധ്യമാക്കുന്നു. എന്താണ് വിദൂര സംവേദനം? റിമോട്ട് സെൻസിങ്. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്ന് സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്.
ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ ഉപയോഗിച്ച് ഘടിപ്പിച്ച് ഭൂവിവരങ്ങൾ ശേഖരിക്കാം. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ് ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ പ്ലാറ്റ്ഫോമുകൾ എന്നാണ് വിളിക്കുന്നത്. ഭൂതല വിദൂര സംവേദനം 3ആയി തരംതിരിക്കാം. പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ നാം ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തെ 3ആയി തരംതിരിക്കാം. ഭൂതല വിദൂര സംവേദനം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. ഭൂതല വിദൂര സംവേദനം അഥവാ ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിംഗ് എന്നാണ്. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം. ഇനി ആകാശീയ വിദൂര സംവേദനം എന്താണ്? വിമാനത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. ഇനി ഉപഗ്രഹ വിദൂര സംവേദനം എന്താണ്? കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദനങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്തര സാധ്യതകളാണ് ഉള്ളത്. അവയിൽ ചിലതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാലാവസ്ഥാ പഠനത്തിന് ഉപയോഗിക്കും, പിന്നെ ഉപകാരപ്പെടും കാർഷിക മേഖലയിലെ പഠനത്തിന്, പിന്നെ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തുന്നതിനൊക്കെ സഹായിക്കുന്നു. ഭൂവിവര വ്യവസ്ഥ GIS, ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഈ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായവ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നു. ഈ സാങ്കേതികവിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഡയഗ്രമാണ്. ഉപഭോക്താവ് ഒരു ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു. ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ, ത്രിമാന മാതൃകകൾ തുടങ്ങിയവ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഭൂപടങ്ങൾ, ഉപഗ്രഹങ്ങൾ, ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ, സർവേ തുടങ്ങിയവയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പ്രയോജനപ്പെടുത്തിയ ഏതാനും മേഖലകളാണ്. ഈ വിവരം പ്രയോജനപ്പെടുത്തിയ ഏതെല്ലാം മേഖലകളാണ് എന്ന് ഈ ആശയപടത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. വ്യവസായത്തില്, വാണിജ്യത്തില്, വിദ്യാഭ്യാസം, പിന്നെ വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, വിഭവ പരിപാലനം ഇതിലൊക്കെ ഉപയോഗിക്കുന്നു. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS. ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി തരുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് ഈ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത്. ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, ഇതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവാണെങ്കിലോ അതിൻ്റെ സ്ഥാനം, സഞ്ചാരദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങി മിക്ക വാഹനങ്ങളിലും GPS സംവിധാനങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS എന്നീ നൂതന സങ്കേതങ്ങളുടെ സാധ്യതകൾ രാഷ്ട്ര നിർമ്മാണത്തിനും രാജ്യ പുരോഗതിക്കുമായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് മനുഷ്യജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതും അർത്ഥപൂർണമാകുന്നതും. നാം ആർജിക്കുന്ന ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താം. ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. GIS, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഈ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി പ്രയോജനപ്പെടുത്തി അന്വേഷിച്ചറിയൂ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ISRO വികസിപ്പിച്ച ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.